ബാക്കില് വണ്ടി പറഞ്ഞ നോക്കിയപ്പോ ഇവിടെ ഇരുന്നവള് പറയണ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കണെന്ന്. എന്തോ പറയാ, ഒരു കണ്ണാടി നമുക്ക് ഇവിടെ രണ്ട് മിറർ ഇരിക്കുന്നത് ബാക്കി ഇരിക്കുന്ന നിന്നെയൊക്കെ പോലുള്ളവരെ നോക്കാനോ എടുക്കാനോ അല്ല മയില്. ഈ രണ്ട് സൈഡ് കണ്ണാടി ഇരിക്കണെന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞ വണ്ടികളെ നോക്കി ഓട്ടിക്കാനുള്ളത്, അല്ലാതെ നിന്റെയൊക്കെ മറ്റതും മറിച്ചതും കാണാനുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല. സത്യമായിട്ട് അത്ര വിഷമമുള്ളത് പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. ചങ്ങായിമാരെ, ഈ വീഡിയോ എനിക്ക് കിട്ടുന്ന ഫേസ്ബുക്കിൽ കേട്ടോ. ഇതൊരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ല. ഓരോ വർഗ്ഗങ്ങളുണ്ട് ഇങ്ങനെ രാവിലെ തന്നെ മൊബൈൽ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നത്തിന് തിരികൊളുത്തുന്നു. ഞാൻ എല്ലാവരും പറയുന്നില്ല, പക്ഷെ ഓരോ ജാതികളുണ്ട് ഇങ്ങനത്തെ. പിന്നെ ഈ വണ്ടി കയറുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഈ നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്ത ഒരു ഗ്ലാസിനെ പറ്റി, ഒരു ഡ്രൈവിങ്ങിനെ പറ്റി ഒരു കുന്തും അറിയാത്ത കുറേ എണ്ണം ഇങ്ങനെ കയറാനുണ്ട്. അപ്പോൾ ഇവളിവിടെ പ്രശ്നമാക്കുന്ന ആ ഓട്ടോക്കാരൻ ആ ഒരു സൈഡ് മിററിലേക്ക് കൂടി ബാക്കിൽ വാഹനം വരുന്നുണ്ടോയെന്ന് നോക്കിയതാണ് ഇപ്പം ഇവൾ കണ്ട ഒരു തെറ്റ്. ഇവൾ പറയുന്നിട്ടില്ലേ, എൻ്റെ ഇവിടെയാണ് നോക്കുന്നത്, എന്നെ ഇവൻ ഭയങ്കരമായിട്ട് നോക്കിയെന്ന് പറഞ്ഞ്. നിൻ്റെ എന്തോ ഒലക്കയോ കാണുന്നു, നിൻ്റെ എന്തോ ഒലക്കയോ നോക്കുന്നു, നിന്നെ നോക്കിയിട്ട് എന്ത് കിട്ടണ ഒരു നോർത്ത് ഇന്ത്യ ലേഡിയാണ് ഇവള്. സത്യത്തിൽ ആ ചങ്ങായിയുടെ വിഷമം കണ്ടിട്ടല്ല, വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു ജോലി അവൻ്റെ ജോലിയാണ് ഡ്രൈവർ. ആ ഡ്രൈവർ പണിയിൽ അവനക്കൊരു സൈഡ് മിറർ പോലും നോക്കാനുള്ള ഒരു അധികാരമില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവളെമാരെപ്പോലത്തെ ആൾക്കാർ പറയല് എന്നെ നോക്കി, എന്നെ അവിടെ നോക്കി, എന്നെ ഓൻ ഇവിടെ നോക്കി. എവിടെ നോക്കി? ഇതുപോലത്തെ ഒരു പ്രശ്നം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ഒരുത്തി ഇതുപോലെ മൊബൈലും കുത്തിപ്പിടിച്ച് നേരം വെളുക്കുമ്പോൾ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ അയാളോട് സ്ഥലം പറഞ്ഞിട്ട് അവർക്കെന്തോ കുറച്ച് പ്രായമുള്ള ആളാണ്, മനസ്സിലാകാത്തതിനെ തുടർന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ തന്നെ കുറേ എണ്ണ ഇങ്ങനെ ഇറങ്ങും, അണ്ണാച്ചികൾ ഇറങ്ങിയ മാതിരി ഒരു മൊബൈലും കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനത്തെ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഓരോ തെമ്മാടിത്തരം കാണിക്കാൻ. അവൻ അവിടെ നോക്കി, അവൻ ഇവിടെ നോക്കി, കണ്ണാടിയിൽ അവൻ അന്നെ നോക്കി എന്ന് പറയുന്ന നീ ഉണ്ടല്ലോ, ലൈസൻസ് എടുക്കുക, എൻ്റെ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക, എന്നിട്ട് അതിന് ഒരു മിററൊന്നും സൈഡ് മിററൊന്നും വെക്കാണ്ട് അങ്ങനെ അങ്ങ് പോവുക. അതാണ് നിനക്കുള്ള പരിഹാരം. അങ്ങനെ ആകുമ്പം നിന്നെ ആരും നോക്കൂലല്ലോ, നീ എല്ലാവരെയും അല്ലേ നോക്കൂലൂ. അതാടി നിനക്ക് ഏറ്റവും നല്ല പരിഹാരം. ഈ ഞാൻ പറഞ്ഞില്ലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഇവൾമാരോട് ഇങ്ങനെയൊന്നല്ല മറുപടി പറയണ്ടേ, ഇതിനേക്കാൾ കൂടുതൽ പറയണം. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ല.